ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കിപ്പെട്ട ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. തൊടിയിൽ അച്ഛനെ പോലെ കുട്ടിയും ഒരു പപ്പായ മരം നട്ടുവളർത്തി. ആ പപ്പായ മരത്തോട് അവൾ എന്നും സംസാരിക്കും. ആ പപ്പായ മരത്തിന് കുട്ടിയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. പപ്പായ മരം എന്തൊക്കെയാകും പറയുക? സങ്കല്പിച്ച് എഴുതൂ. ഈ വീട്ടിലെ കുട്ടി എന്നും എനിക്ക് വെള്ളം ഒഴിച്ചു തരും. രാവിലെയും വൈകുന്നേരം അവൾ എന്നോട് കൂട്ടുകൂടാൻ വരും. എന്തെല്ലാം കാര്യങ്ങളാണെന്നോ കുട്ടി എന്നോട് പറയുന്നത്? വീട്ടിലെ വിശേഷങ്ങളും സ്കൂളിലെ കാര്യങ്ങളും അവൾ സംസാരിക്കും. ഞാൻ വളർന്ന് പൂത്ത് നിറയെ കായ്കളുമായി നിൽക്കുന്നത് കാണാനാണ് ആഗ്രഹമെന്ന് അവൾ എന്നോട് പറയും. ഇലകൾ ഇളക്കി അവൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും. ഞാൻ വളർന്ന് പൂവണിഞ്ഞപ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമായി. പിന്നീട് പൂക്കൾ കായ്കളായി പഴുത്തു നിന്നു. അപ്പോൾ കുട്ടി കൂട്ടുകാരോടൊപ്പം വന്ന് പഴങ്ങൾ പറിച്ചു തിന്നു. എനിക്ക് ഏറെ സന്തോഷം തന്ന കാര്യമായിരുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൾ ആദ്യം ഓടിയെത്തുന്നത് എൻ്റെ അടുത്തേക്കാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, കുറിപ്പ് തയ്യാറാക്കാനാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വെള്ളത്ത്. സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനുള്ളിൽ അടിച്ചിട്ടിരിക്കുന്ന കിളിയുടെ അവസ്ഥ ദയനീയമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്ന കിളിയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയാവാം? ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലടക്കുന്നു. ദുഃഖവും ദാഹവും സഹിക്കവയ്യാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു. പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡെയ്സി ചെടിയെ പറിച്ച് കൂട്ടിൽ വെച്ച് കൊടുക്കുന്നു. കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നെ കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡെയ്സി ചെടി മാത്രമാണ്. തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണെന്നും നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളാണിത്. ഇതിനെ നമുക്ക് കണക്കാക്കാം. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് എ. വിജയൻ്റെ ഡെയ്സി ചെടി. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. മാനവനെന്നും വഴക്കടിച്ച് കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താനഭസിൽ മീതെ പാറട്ടെ എൻ കൊച്ചുപട്ടം. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിച്ച ജനത്തെയും. മനുഷ്യർ തമ്മിലുണ്ടാകേണ്ട പരസ്പര സ്നേഹത്തെക്കുറിച്ചാണ് മുകളിൽ തന്നിരിക്കുന്ന വരികൾ സൂചിപ്പിക്കുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആവശ്യകതയും ലോകം ഒരു കുടുംബമാണെന്നുള്ള കാഴ്ചപ്പാടും ഉൾപ്പെടുത്തി ബാലസഭയിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു പ്രസംഗം തയ്യാറാക്കുക. പ്രിയമുള്ളവരെ, സ്നേഹമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ടാവും. സ്നേഹമില്ലെങ്കിലോ അവിടെ പകയും വിദ്വേഷവും. പരസ്പര സ്നേഹം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. അത് സുഖമുള്ള ഒരു അനുഭവമാണ്. ഇന്ന് നാം കാണുന്ന എല്ലാവിധ അക്രമങ്ങൾക്കും അനീതികൾക്കും കാരണം സ്നേഹമില്ലായ്മയാണ്. ഓരോരുത്തരുടെ ഉള്ളിലും നിറഞ്ഞ സ്നേഹമുണ്ട്. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് നമുക്ക് തിരിച്ചും ലഭിക്കുന്നത്. നാം നമ്മുടെ സഹോദരനെ, സുഹൃത്തിനെ, ചുറ്റുമുള്ളവരെ സ്നേഹിക്കുമ്പോൾ അത് നമ്മെ തന്നെ സ്നേഹിക്കലാണ്. ആ സ്നേഹം വിശ്വസ്നേഹമായി മാറുന്നു. പ്രകൃതിയും പ്രപഞ്ചവും നമ്മെ സ്നേഹിക്കുന്നത് നാം തിരിച്ചറിയും. തിരിച്ചറിവ് കൂടുതൽ വിനയമുള്ളവരാക്കും. ഇനി അടുത്ത ചോദ്യം, മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയും സൗന്ദര്യവും ഡെയ്സി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങളെയും അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ലഘു ഉപന്യാസം തയ്യാറാക്കുക. മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും പ്രകൃതിയാകുന്ന അമ്മയാണ് നൽകുന്നത്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പുഷ്പങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പുഷ്പങ്ങൾ മണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം മണ്ണിൻ്റെ ഓമൽ കിനാക്കളും ജീവൻ്റെ പ്രതീക്ഷകളാണ്. വേനൽച്ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് മഴ കടന്നു വരുന്നു. മരങ്ങളിൽ, ഇലകളിൽ, മണ്ണിൽ, പുഴയിൽ, ജീവികളിൽ സന്തോഷം പകരുന്ന മഴ. പ്രകൃതിയിലുള്ള ഐക്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് നിന്ന് മഴ ആസ്വദിക്കുകയാണ്. ഇങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പാഠങ്ങളാണ് പ്രകൃതി നമുക്ക് പകർന്നു തരുന്നത്. വലിപ്പ ചെറുപ്പ വ്യത്യാസം പ്രകൃതിയാകുന്ന അമ്മയ്ക്കില്ല. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഇല്ലാതായതിനു ശേഷം വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. നഷ്ടമാകാതിരിക്കാനുള്ള മുൻകരുതലാണ് പ്രധാനം.
ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളെ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പി. മധുസൂദനൻ്റെ പ്രശസ്തമായ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. ഈ കവിതയെ ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായി പുഷ്പങ്ങളെ കവി കാണുന്നു. മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർപ്പൂ, കുരുകുത്തിമുല്ല എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായി പറയുന്നതെങ്കിലും ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോലെ ശോഭിക്കുന്ന ചുവന്ന പുഷ്പങ്ങളും വളരെ ഭംഗിയുള്ള വാടാമലരും ഭൂമിയുടെ മക്കളായി ഓരോ ദിവസം ജനിക്കുകയാണ്. ആകാശത്തിൻ്റെ പരപ്പും വലുപ്പവും വർണ്ണവൈചിത്യങ്ങളും ചെറിയൊരു പൂവിൻ്റെ കണ്ണിൽ കാണാം. ആ പൂക്കൾ ഇരുട്ടിച്ചിരിക്കുകയും ചൂടിൽ വാടാതെ കരുത്ത് കാട്ടിയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാതൃക നമുക്ക് കാണിച്ചിരുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് പകർന്നു നൽകുന്നു. അതോടൊപ്പം പൂക്കൾ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നമുക്ക് നൽകുന്നു. ഉണ്ണിയുടെ വിമാനയാത്ര എന്ന പാഠഭാഗം വായിച്ചിട്ടുണ്ടല്ലോ. തൻ്റെ ആദ്യ വിമാനയാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ ഉണ്ണി തൻ്റെ ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാക്കുക? ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അതേപോലെ തന്നെ ബാലഹൃദയം എന്ന കൃതിയുടെ രചയിതാവാര്? സുഗതകുമാരി, ബാലാമണി അമ്മ, ONV കുറിപ്പ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? തീയതിയും ദിവസവും നമ്മൾ എഴുതണം. കൂടാതെ നമ്മൾ ആ ദിവസങ്ങളുടെ പ്രത്യേകത, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയറി തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്.